ഇതിനെല്ലാം ഇടയിലും തീരുമാനമാകാതെ ആശാസമരം തുടരുന്നു. മൂന്നാം ഘട്ട മന്ത്രിതല ചർച്ചയുടെ തുടർച്ച ഇന്നുണ്ടായില്ല. വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുമെന്ന പ്രതീക്ഷയിൽ സമരക്കാർ സമരം തുടരുകയാണ്. അതേസമയം ആശമാരുടെ പ്രശ്നം പഠിക്കാൻ കമ്മിറ്റി രൂപീകരിക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ആരോഗ്യവകുപ്പ്. 6 ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകരുടെ രാപ്പകൽ സമരം തുടങ്ങിയിട്ട് 2 മാസമാകും. ഓണറേറിയം ഉൾപ്പെടെ ആശാപ്രവർത്തകർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ആരോഗ്യവകുപ്പ്. കമ്മിറ്റി രൂപീകരിക്കാനുള്ള നിർദ്ദേശം രാപ്പകൽ സമരത്തിന്റെ 53-ാം ദിവസം ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെച്ചതിലെ ഉദ്ദേശശുദ്ധിയിലാണ് ആശാപ്രവർത്തകരുടെ സംശയം. ഇതിനോടകം 2 മന്ത്രിതല ചർച്ചകൾ കഴിഞ്ഞിരുന്നു. ഓണറേറിയം 7000-ൽ നിന്ന് 21,000 ആക്കണമെന്ന ആവശ്യത്തിൽ അയവ് വരുത്തിയിട്ടും സമരക്കാരെ അവഗണിക്കുകയാണ് കഴിഞ്ഞ ദിവസവും ചർച്ചയിൽ കണ്ടത്. അതേസമയം INTUC-യും CITU-വും കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പൂർണ്ണ തൃപ്തരായിരുന്നുവെന്ന് സമരം ചെയ്യുന്ന ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദു പറഞ്ഞു. കമ്മീഷനെ നിയോഗിക്കുന്നതിൽ കടുത്ത വിയോജിപ്പ് അറിയിക്കുന്നുണ്ട് സമരക്കാർ. നമ്മൾ 54 ദിവസം ഇന്ന് സമരം നടത്തിയിട്ട് ഇത് 54-ാമത്തെ ദിവസം നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇനിയൊരു കമ്മിറ്റി വെച്ച് പഠനം നടത്തി ആ ഒരു പരിഹാരം നിർദ്ദേശിക്കാമെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. മറിച്ച് ഇതിനുള്ളിൽ തന്നെ അവർക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാമായിരുന്നല്ലോ, അല്ലെ അത്തരത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നൊരു ആലോചന നടത്താമായിരുന്നല്ലോ. അപ്പോൾ ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ആ സമരം സെറ്റിൽ ചെയ്യുന്നതിനുള്ള യാതൊരു നീക്കങ്ങളും ഉണ്ടായില്ല. തുടർച്ചയായി സമരക്കാരെ വിമർശിക്കുന്ന CITU നേതാക്കൾക്ക് രൂക്ഷമായ ഭാഷയിലാണ് സമരക്കാർ മറുപടി നൽകുന്നത്. മൂന്നാമത് മന്ത്രിതല ചർച്ച തുടരുമെന്നും 2ാം ഘട്ടം ഇന്നുണ്ടാകുമെന്നും വിവരമുണ്ടായിരുന്നെങ്കിലും വീണ്ടും ഒരു ചർച്ചയ്ക്കായി ആശാപ്രവർത്തകരെ വിളിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചു. ചർച്ചയ്ക്ക് വിളിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആശാപ്രവർത്തകർ. പക്ഷെ അപ്പോഴും ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ തീരുമാനമുണ്ടാകാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് ഉറപ്പിച്ചു പറയുന്നു ആശാപ്രവർത്തകർ. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.